പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ നടുവിൽ വ്യാപരിക്കുമ്പോൾ എല്ലാ വിഭാഗീയതകളും നീങ്ങിമാറും. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനുമായി അവനെ വിഭാഗീയതയിലേക്ക് നയിക്കുന്ന എലമെന്റുകൾ, അത് എന്തുവാകട്ടെ, ഏത് എലമെന്റുകളൊക്കെ ആകട്ടെ, അതിനെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തി നീക്കം ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ സ്പിരിറ്റിൽ, നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ നമ്മൾ ലിറ്ററലി നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള ആ ദൈവികമായിട്ടുള്ള ആ ഒരു ഫുൾനെസ്സിലേക്ക് നമ്മൾ വഴി നടത്തപ്പെടുകയാണ്. എല്ലാ മനുഷ്യനും ആവശ്യമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് ആത്മാവിൽ നിറഞ്ഞ് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുവാനും കരുണയോടെ പെരുമാറുവാനും ഒക്കെ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മളെ സഹായിക്കും. അങ്ങനെയാണ് മനുഷ്യനെ ബിൽറ്റ് ചെയ്തേക്കുന്ന ദൈവം. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് മനുഷ്യൻ പിന്നീട് അവന്റെ വിഭാഗീയതകളും ധ്രുവീകരണങ്ങളും വേറൊരു വ്യക്തിയെ പല കാര്യങ്ങളുടെ ബേസിൽ, ഇന്ന് ലോകത്തിൽ എന്തൊക്കെ രീതിയിലെ മനുഷ്യൻ വിഭാഗീയതകളിലേക്ക് കടന്നു വരുന്നത് അല്ലേ. ഈവൻ നമ്മുടെയൊക്കെ ക്രൈസ്തവ കൂട്ടായ്മകളിൽ ഒരു യൂണിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മൾ മാനുഷിക തലത്തിൽ പലപ്പോഴും ശ്രമിക്കുമ്പോഴും മനുഷ്യൻ പരാജയപ്പെടുകയാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി നിന്ന, അല്ലെങ്കിൽ അത് വെളിപ്പെടുവാൻ ഇടയായി തീർന്ന സന്ദേശം ഏതാ? യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നിരിക്കുന്നു എന്നുള്ള ആ സന്ദേശം. യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയൊന്ന് ധ്യാനിച്ചേ. ഇന്ന് നിങ്ങൾ പ്രസംഗിക്കുന്ന, യേശുവിനെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ശുശ്രൂഷയിൽ യേശുവിന്റെ പിടാസഹനത്തെ, യേശുവിന്റെ കുരിശുബലിയെ, ആ കുരിശുബലിയുടെ ഒരു യോഗ്യത കൊണ്ടാണ് ദൈവം നമ്മളെ നീതീകരിച്ചിരിക്കുന്നത്, രക്ഷ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയുടെ യോഗ്യത കൊണ്ടല്ല എന്ന് എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ആത്മാവിലേക്ക് ദൈവം ചൊരിയുന്ന ആ വലിയ കരുണയുടെ ആ കരുണയുടെ കാരണം എന്താണ്? യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയാണ്. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ സന്ദേശത്തെ ഇന്ന് നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ നടുവിലേക്ക് കടന്നു വരികയാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. യേശുവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയെ അപ്പസ്തോലനായ പത്രോസ്ലീഹ ആദ്യമായിട്ട് ജെറുസലേം നഗരത്തിൽ ജനഹൃദയങ്ങളിലേക്ക് ആ ഒരു മെസ്സേജ് കൊടുക്കുന്ന സമയം ഏകദേശം 3000-ഓളം ജനം ആത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെട്ട് ആത്മാവിനാൽ ആകർഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. അവരെ ബുദ്ധിയുടെ തലത്തിൽ ഉപദേശിക്കുകയോ പറഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്യുകയല്ലായിരുന്നു. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ അവർ പ്രസംഗിച്ച മെസ്സേജിലേക്ക് മടങ്ങി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ ആശ്രയിച്ച് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ, കർത്താവിന്റെ പരിഹാര ബലിയെ നമ്മൾ ഉയർത്തുമ്പോൾ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിൽ കം ആൻഡ് ഫോൾ ഓൺ പീപ്പിൾ. അതാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നത്. ആത്മാവിന്റെ അഭിഷേകം ലഭിച്ച മനുഷ്യർക്ക്, അവരുടെ സ്പിരിറ്റിൽ ദൈവാത്മാവിനെ അനുഭവിച്ചവർ, അവർ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു, ഏത് മതം, ജാതി, വിഭാഗം ഇതെല്ലാം വിട്ട്, ഭാഷ പോലും വിട്ട്, വിവിധ സമൂഹത്തിൽ നിന്ന് വന്നവർ എല്ലാവരും ഒരുമിച്ച് ദൈവരാജ്യത്തിനുള്ളിൽ പ്രവേശിക്കുകയാണ്. അത് ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്. ഈ ദൈവാത്മാവിന്റെ പ്രവർത്തനം നടക്കുവാൻ ദൈവം എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രീച്ച് ദ മെസ്സേജ് they have preached. അതെന്താണ്? യേശുവിന്റെ കുരിശിലെ പരിഹാര ബലി, പൂർത്തീകരിച്ച പ്രവൃത്തി. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടി ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം. ഹി ഫിനിഷ്ഡ് എവറിത്തിങ് ഓൺ ദാറ്റ് ക്രോസ്. എന്നാ ക്രൂശിലേക്ക് നോക്കിക്കുകയും നിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു ക്രൂശിൽ മരിക്കുന്നു. നിന്റെ ശാപങ്ങളും പാപങ്ങളും ഏറ്റെടുത്ത് യേശു ക്രൂശിൽ മരിച്ചിരിക്കുന്നു. ആ കുരിശിൽ ബലിയായി തീർന്ന യേശുവിലൂടെ നീ സൗജന്യമായി രക്ഷിക്കപ്പെടുന്നു, സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ദൈവപിതാവിനോട് സമാധാനത്തിലായിരിക്കുവാൻ യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി നമ്മളെ നയിക്കുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ പിതാവായ ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. ഇന്ന് ദൈവം നിന്നെ നീതീകരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിലൂടെയാണ് നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നിന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയപ്പെടുന്നു. യേശുവേ, എന്നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലും പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ വിഭാഗീയതകളെയും തകർക്കുന്ന, എല്ലാ മാനുഷികമായിട്ടുള്ള ലിമിറ്റേഷനുകളെയും ബ്രേക്ക് ചെയ്യുന്ന, ഞങ്ങളുടെ സ്പിരിറ്റിനെ റിന്യൂ ചെയ്യുന്ന, യേശുവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ ശക്തിയെ ഇന്ന് അറ്റസ്റ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഓരോ മക്കളിലും, ഓരോ വ്യക്തികളിലും, ഓരോ ജീവിതങ്ങളിലേക്കും ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.